ഞങ്ങൾ 3 സുഹൃത്തുക്കൾ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ഉറ്റ ചങ്ങാതി ഞങ്ങളുടെ മധ്യത്തിൽ വന്നു. ഞങ്ങളുടെ സംഭാഷണം നടത്തിയിട്ട് അവനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അവൻ്റെ വിജയങ്ങളെ പ്രശംസിക്കാനും അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ചൊക്കെ അഭിനന്ദിക്കാനൊക്കെ ഞങ്ങൾ സമയം കണ്ടെത്തി. അങ്ങനെ സംഭാഷണം മറ്റൊരു ആനന്ദലഹരിയിലായി. ഞങ്ങളുടെ മധ്യത്തിൽ വന്ന ചങ്ങാതി തിരിച്ചുപോയ സമയം വീണ്ടും ആ മേശയ്ക്ക് ചുറ്റും ഞങ്ങൾ 3 സുഹൃത്തുക്കൾ മാത്രം. ഞങ്ങളുടെ കൂടെ ഇരുന്ന ഒരു സുഹൃത്ത് ആ വന്ന സുഹൃത്തിൻ്റെ കുറ്റങ്ങൾ പറയാൻ തുടങ്ങി. തൊട്ടടുത്തിരുന്ന ആള് അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു. ഞാനും ഒപ്പം കൂടി. അവൻ നിന്നപ്പോൾ പറഞ്ഞ വാക്കുകളല്ല അവൻ പോയപ്പോൾ ഞങ്ങൾ സംസാരിച്ചത്. നിന്നപ്പോൾ അവനെപ്പോലെ ശ്രേഷ്ഠൻ ആരുമില്ല എന്നായിരുന്നു ഞങ്ങളുടെ സംഭാഷണം. പക്ഷെ അവൻ പോയപ്പോഴോ അവൻ എത്രത്തോളം മോശമായിട്ട് പറയാൻ കഴിയുമോ അത്രത്തോളം മോശമായിട്ട് പറഞ്ഞു എന്നാണ് സാരം. ഹൈപ്പോക്രിറ്റിക്കൽ ലവ്. ഇന്ന് ഞാനൊരു ധ്യാന ചിന്ത സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഗോഡ് ഹെയ്റ്റ്സ് ഹൈപ്പോക്രിറ്റിക്കൽ ലവ്സ്. ഗോഡ് ഹെയ്റ്റ്സ് ഹൈപ്പോക്രിറ്റിക്കൽ ലവ്സ്. What do you mean by hypocritical? Hypocritical means duplicate. വ്യാജ സ്നേഹം. വ്യാജ സ്നേഹത്തെ ദൈവം വെറുക്കുന്നു. കപട സ്നേഹധാരികളെ ദൈവം വെറുക്കുന്നു. ഹൈപ്പോക്രിറ്റിക്കൽ മീൻസ് ഫാൾസ്, തെറ്റായ സ്നേഹം. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട ഒരു മീനിങ് ഹൈപ്പോക്രിറ്റിക്കൽ, ടു ഫേസ്, 2 മുഖമുള്ള സ്നേഹത്തെ ദൈവം വെറുക്കുന്നു. ദൈവം ഒരു സമൂഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഐക്യമുണ്ടാകാൻ വേണ്ടിയാണ്. ഒരു കുടുംബമായാലും സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഐക്യം ഉണ്ടാകണം. ഒരു സഭയായാലും സ്നേഹത്തിൽ ഐക്യമായ ഒരു സഭയായി തീർന്നാലേ അതിനൊരു കെട്ടുറപ്പുണ്ടാകത്തുള്ളൂ. ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, പരസ്പരം മുഖത്തു നോക്കുന്നതല്ല സ്നേഹം. ഇന്ന് മനുഷ്യൻ പരസ്പരം മുഖത്തു നോക്കാറുണ്ട്, ചിരിക്കാറുണ്ട്, അഭിനന്ദനം അറിയിക്കാറുണ്ട്. പരസ്പരം മുഖത്തു നോക്കുന്നതല്ല സ്നേഹം. പിന്നെയോ ഒരുമിച്ച് ഒരേ ദിശയിലേക്ക് നോക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് സ്നേഹം. ഐക്യത്തിൽ അധിഷ്ഠിതമായ സ്നേഹമുള്ള കുടുംബങ്ങൾ ഒരേ ദിശയിലേക്ക് നോക്കും. ഐക്യത്തിൽ അധിഷ്ഠിതമായ സ്നേഹത്തിൽ വസിക്കുന്ന സഭ ഒരേ ദിശയിലേക്ക് നോക്കും. ഒരു സമൂഹവും സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഐക്യമാണെങ്കിൽ അവരും ഒരേ ദിശയിലേക്ക് നോക്കുന്നവരായിരിക്കും. ദൈവം ഇങ്ങനെ വ്യാജ മുഖങ്ങൾ വെച്ച് സ്നേഹിക്കുന്നവരെ വെറുക്കുന്നു. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെ വായിക്കുമ്പോൾ കനാൻ ദേശത്തേക്ക് പോകുന്ന ഇസ്രായേൽ മക്കൾക്ക് മോശ ദൈവത്തിൻ്റെ വചനം കൊടുക്കുന്നതാണ് ആ വേദഭാഗ പശ്ചാത്തലം. മോശ സംസാരിക്കുകയാണ്. മോശ പറയുന്നത് ഇതാണ്: ദൈവം വിശ്വസ്തനാണ്, നിങ്ങളും വിശ്വസ്തരായിരിക്കണം. അവൻ്റെ വചനത്തിൽ വിശ്വസ്തരായിരിക്കണം. എന്നിട്ട് മോശ കഴിഞ്ഞ കാലത്തിലെ ഒരു സംഭവത്തെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ബാൽ പെയോർ എന്ന് പറയുന്ന ഒരു ദൈവത്തെക്കുറിച്ചും ആ ദൈവത്തെ ആരാധിച്ചത് കൊണ്ട് ഇസ്രായേൽ മക്കൾക്കുണ്ടായ വിപത്തിനെ കുറിച്ചും വളരെ ശക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു കഴിഞ്ഞകാല ചരിത്രമാണ്. ആ ചരിത്രം അറിയണമെങ്കിൽ സംഖ്യാപുസ്തകം 25-ാം അധ്യായം 1 മുതൽ 9 വരെ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം തങ്ങളുടെ യാത്രയിൽ കണ്ടുമുട്ടിയ ഒരു ദൈവമാണ് ബാൽ പെയോർ. ബാൽ എന്നാൽ ലോഡ്, കർത്താവ് എന്നർത്ഥം. പെയോർ എന്നാൽ ഓപ്പണിങ്, തുറക്കുന്ന, പിളർക്കുന്ന. അപ്പൊ ബാൽ പെയോർ എന്ന് പറഞ്ഞാൽ പിളർക്കുന്ന ദൈവം. ഈ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാധന എന്താണെന്നറിയാമോ? നരബലിയും
ലൈംഗികതയുമാണ് ഈ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാധന. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവം തിരഞ്ഞെടുത്ത ഒരു കമ്മ്യൂണിറ്റിയിലെ ജനം ഇങ്ങനെ ഒരു പുതിയ ആരാധന, വശീകരിക്കുന്ന ഒരു ആരാധന കണ്ട് ഈ ജീവിക്കുന്ന ദൈവത്തിൽ നിന്നകന്ന് ആ ആരാധന അനുഭവത്തിലേക്ക് പോയി. സംഖ്യാപുസ്തകം 25, 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ദൈവം കർശനമായി പറയുകയാണ്, അങ്ങനെ പോകുന്നവരെ മധ്യത്തിൽ നിന്ന് കൊന്നുകളയുക. അവിടെ ഒരു ഇസ്രായേലിയൻ മറ്റൊരു ജാതിയിൽപ്പെട്ട സ്ത്രീയെ ഈ ഒരു ആരാധന അനുഭവമായി കൊണ്ടുവരുമ്പോൾ കുന്തം കൊണ്ട് കുത്തിക്കൊല്ലുന്നത് സംഖ്യാപുസ്തകം 25-ാം അധ്യായം 1 മുതൽ 9 വരെ കാണാം. ഒരു കമ്മ്യൂണിറ്റിയിൽ നിൽപ്പുണ്ട്, ജീവിക്കുന്ന ദൈവം എന്ന അനുഭവമായി ചേർന്ന് നിൽക്കുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഒരു വശീകരണ ദൈവം വന്നപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണെങ്കിലും കൂറുമൊത്തവും മറ്റൊരു ഭാഗത്ത്. ഹൈപ്പോക്രിറ്റിക്കൽ ലവ് ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ടു ഫേസ് ലവ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹം എന്നെയും നിങ്ങളെയും ആകർഷിക്കുന്നത് ഐക്യത്തോടെ, സ്നേഹത്തോടെ വസിക്കാനാണ്. ഇരുമുഖം എനിക്ക് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ അത് ദൈവം വെറുക്കുന്നു എന്ന് ബാൽ പെയോർ എന്ന ചരിത്ര സംഭവത്തിലൂടെ ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയാൻ ആഗ്രഹിക്കട്ടെ. അപ്പോ മുഖത്ത് നോക്കുന്നതല്ല സ്നേഹം, അഭിനന്ദനങ്ങൾ പറയുന്നതല്ല സ്നേഹം, മറിച്ച് ഒരുമിച്ച് ഒരേ ദിശയിലേക്ക് നോക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതാണ് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഐക്യമെന്ന് പ്രാർത്ഥനയോടെ മനസ്സിലാക്കാം. അപ്രകാരം നമുക്ക് ജീവിക്കാം. ദൈവം നമ്മോട് കൂടെയുണ്ട്. ആമേൻ.